അനീഷേട്ടാ, കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് രാവിലെ പാട്ടിട്ട് തന്നപ്പോൾ നിങ്ങൾ ഡാൻസ് കളിക്കാതിരുന്നതും ബിഗ് ബോസിനോട് സുപ്രഭാതം പറയാതിരുന്നതും അന്ന് രാവിലെ ഷാനവാസ് നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചത് കൊണ്ടാണോ? ലക്ഷ്മി ജയിലിൽ കിടന്ന് അനീഷേട്ടനോട് ചോദിക്കുന്ന വാക്കുകളാണിത്. ലക്ഷ്മി അനീഷിന്റെ കൂടെ നല്ല കട്ടയ്ക്ക് അങ്ങോട്ട് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നെങ്കിൽ മനസ്സറിഞ്ഞ് നിൽക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഗെയിം ആയിരിക്കാം അത്. എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങൾ തൊട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. രാവിലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായി പോയി. എന്നാലും രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റേ താഴത്തേക്ക് ഇറങ്ങിപ്പോയി മറ്റേ ചുരണ്ടി കയറി തന്നെ പറയും. അപ്പോൾ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് കൊടുത്തത് പ്രേക്ഷകർ ഓർത്തു വെക്കാനുള്ള ഒരാൾ. അതായത് ബിഗ് ബോസ് ഈ ഒരു സീസൺ കഴിയുമ്പോൾ പ്രേക്ഷകർ ഓർത്തു വെക്കാൻ പോകുന്ന ഒരാൾ, എന്നും ഓർത്തു വെക്കാൻ പോകുന്ന ഒരാളുടെ പേര് പറയുക. അതുപോലെ തന്നെ ഓർത്തു വെക്കാൻ വലിയ സാധ്യതയൊന്നും ഇല്ലാത്ത ഒരാളുടെ പേര് പറയുക. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഓരോരുത്തരുടെ പേരൊക്കെ അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പം അവർ പറയട്ടെ. ഞാൻ ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. ആൾക്കാരൊക്കെ ഓർത്തു വെക്കും. അതായത് ഇപ്പോൾ ആദ്യത്തെ സീസണിൽ വിന്നറായ സാബുമാനെ ഓർത്തു വെക്കും. നമ്മുടെ ഡോക്ടർ റോബിൻ വിന്നർ അല്ലെങ്കിൽ പോലും ഡോക്ടർ റോബിൻ ഉണ്ടാക്കിയ ഗോളുകളാക്കാം റോബിനെ ഓർത്തിരിക്കും. ദിൽഷ, മറ്റേ നമ്മുടെ അവൻ്റെ മറ്റേ ഡാൻസർ ഉണ്ടല്ലോ, ഈ ഇപ്പോൾ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള, അയ്യോ ഞാൻ അവൻ്റെ പേര് മറന്നുപോയി, ദിൽഷയുടെ കൂടെ ഒക്കെ ഡാൻസ് കളിക്കുന്ന ആ പയ്യൻ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ കോളിളക്കം സൃഷ്ടിച്ച കുറേ ആളുകളെ ഓർത്തു വെക്കും. എന്ന് വെച്ചിട്ട് എല്ലാവരും മറന്നു കളയും കംപ്ലീറ്റ്ലി, അങ്ങനൊന്നുമല്ല. ഒരാളെ ഇപ്പം നമ്മുടെ മുൻഷിച്ചേട്ടൻ ഈ സീസണിൽ ഉണ്ടായിരുന്നത്, പുള്ളിയെ നമ്മൾ എന്ന് കണ്ടാലും പുള്ളി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയും. പക്ഷേ എല്ലാ ദിവസവും 365 ദിവസവും ഇന്നാൾ ഇന്ന ബിഗ് ബോസിലുണ്ടായിരുന്നു, ഇന്നാൾ ബിഗ് ബോസിലുണ്ടായിരുന്നു എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. ഇതൊരു ഗെയിം ഷോ ആണ്. ഈ ഷോ കഴിയുമ്പം കുറച്ച് നാൾ, 2-3 മാസം കൂടെയൊക്കെ ഇവരെ സെലിബ്രേറ്റ് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് ഇവർ അവരുടെ വഴിക്ക് പോകും. പിന്നെ എന്തെങ്കിലും കാണുമ്പോൾ, എന്തെങ്കിലും ഒരു ഫംഗ്ഷന് കാണുമ്പോൾ, ഓക്കെ ഇന്നാൾ ബിഗ് ബോസിലുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ പറയും. അത്രേ ഉള്ളൂ. ഇതൊരു ഗെയിം ഷോ ആയിട്ട് ഭൂരിഭാഗം ആളുകളും എടുക്കുകയുള്ളൂ. നിങ്ങൾ എല്ലാവരും ഇതിനെ അങ്ങനെ കാണണം. അല്ലാതെ പേഴ്സണലായിട്ട് ഒന്നും ആരുടെയും വഴക്കുകളോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഞാൻ അത് തുടക്കത്തിൽ തന്നെ പറയാം. എന്താണെങ്കിലും അനുമോൾ വന്നിട്ടൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അനുമോൾ നമ്മുടെ ഷാനവാസിനെ എല്ലാവരും എന്ന് ഓർത്തിരിക്കുമെന്നാണ് പറയുന്നത്. റീസൺ പറയുന്നത് പുള്ളി സീരിയൽ ആക്ടറാണ്, അതോടുകൂടി തന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറയും. സത്യമാണ്, പറയുകയൊക്കെ തന്നെ ചെയ്യും കേട്ടോ ഷാനവാസിന്റെ കാര്യത്തിൽ. പിന്നെ ഷാനവാസ് ഈ കാണിക്കുന്ന നമ്മുടെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പും ഇതൊക്കെ എന്നും എല്ലാവരും പറയും. ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് തന്നെ ഞാൻ പറയുവേ. അതിനകത്ത് ആർക്കും എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് അത്ര ജെനുവിൻ ഫ്രണ്ട്ഷിപ്പായിട്ടൊന്നും തോന്നുന്നില്ല ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഈ കളി ഷാനവാസ് കളിച്ചോണ്ടിരിക്കത്തില്ല ബിഗ് ബോസിനകത്തുള്ളിൽ. എന്തായാലും ഈ കഴിഞ്ഞ സീസണിലെ അനുമോൾ പറയുന്ന ഒരു ഡയലോഗ് ഞാൻ ശ്രദ്ധിച്ചു. കഴിഞ്ഞ സീസണിലെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു എന്ന് അനുമോൾ ഒരു ഡയലോഗ് അടിക്കുന്നത് ഞാൻ കേട്ടു. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു 1-2 ദിവസം മുമ്പാണ്, രാത്രിയിൽ എന്തോ അനുമോൾ പറയുന്നത് കേട്ടായിരുന്നു. ഞാൻ ഇതുവരെയായിട്ടും ബിഗ് ബോസ് സീസൺ ഒന്നും കണ്ടിട്ടില്ല എന്നൊരു സാധനം എവിടെയോ അനുമോൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ ഇന്ന് രാവിലെ, അതുകൊണ്ടാണ് അനുമോൾ ഇന്ന് രാവിലെ ഞാൻ കഴിഞ്ഞ സീസണിലെ എല്ലാവരും ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവിടെ അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞാണോ വിശ്വസിക്കേണ്ടത്, ഇന്ന് പറഞ്ഞാണോ വിശ്വസിക്കേണ്ടത്? പിന്നെ ഞാൻ കുറ്റമൊന്നും പറയത്തില്ല, കാരണം ഇത് ഗെയിമാണ്. ഇന്ന് പറയുന്ന നാളെ മാറ്റി പറയും, അത് ഉറപ്പുള്ള കാര്യമാണ്. ആരും മറ്റേ നന്മമരമാകാനൊന്നും അല്ല വന്നിരിക്കുന്നത്. ഞാൻ തുടക്കത്തിലേ അത് പറയാം. എല്ലാവരും അതൊന്നും മനസ്സിലാക്കി വെക്കുക. ഇവിടെ ആരും നന്മമരമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അനീഷിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അനീഷ് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് അത് പറയാം. അനീഷ് ഇങ്ങനെ തന്നെയാണോ ജീവിതത്തിൽ എന്ന് നമ്മുടെ മുന്നിൽ തന്നെ ചിലപ്പോൾ തെളിയുമായിരിക്കും. അപ്പൊ നമുക്ക് പറയാം പുള്ളി ജെനുവിൻ ആയിട്ട് തന്നെയാണ് ഇവിടെ നിന്നത്. കുറെ പേര് പറയുന്നു പുള്ളി ജെനുവിൻ ആണ്, കുറെ പേര് പറയുന്നു പുള്ളി ജെനുവിൻ അല്ല. എന്തെങ്കിലും ഒരു സാധനം പുള്ളിയുടെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിയെ പറ്റി അടിച്ചിരുത്താനായിട്ട് കുറെ പേര് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ നിൽക്കത്തില്ല. ഒരാളെയും ഞാൻ അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ആര്യനെ, നിങ്ങൾക്ക് അറിയാം, സ്ഥിരം കാണുന്നവർക്കറിയാം, ആര്യനെ ആദ്യമേ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് ഇഷ്ടമാ, കാരണം അവൻ ഗെയിം കളിക്കുന്നുണ്ട്, ഗംഭീര ഗെയിം കളിക്കുന്നുണ്ട് ആര്യൻ. ഇപ്പം നമുക്കതല്ലേ വേണ്ടത്. അപ്പൊ അവനെ നല്ലതെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അപ്പോഴും അവന്റെ ഓരോന്നും മറ്റേ തെരണ്ടി എടുത്ത് അവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ്, എനിക്കതിന് പറ്റത്തില്ല. അപ്പൊ എന്താണെങ്കിലും മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കിച്ചണിലെ ഒരു ചെറിയ സീൻ നടക്കുന്നുണ്ട്. അതായത് ഞാൻ പിന്നെ എല്ലാം വിശദീകരിക്കാത്തതാണ്. മോർണിംഗ് ആക്ടിവിറ്റി ആരാരുടെ പേര് പറഞ്ഞു, അതിനകത്തൊന്നും വലിയ പ്രസക്തി ഒന്നും ഇല്ലടി. അപ്പൊ എന്താണെങ്കിലും അറിയാലോ, ഇഷ്ടമുള്ളവരുടെ പേരെ ഇഷ്ടമുള്ള ആൾക്കാർ പറയത്തുള്ളൂ. അനുമോൾ ഇപ്പം ഷാനവാസിന്റെ പേര് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ എന്താണെങ്കിലും ഈ കിച്ചണിനകത്ത് ഒരു ചെറിയ പരിപാടി നടക്കുന്നുണ്ട്. അതായത് ലക്ഷ്മി, ബിന്നി, അനീഷ് ഇവർ 3 പേരും കൂടെ നിൽക്കുമ്പം അനീഷ് പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഇവിടെ വന്ന, നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കണം, അനീഷ് അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒന്ന് ഫേമസ് ആവണം. കാരണം ഞാൻ ബുക്കൊക്കെ എഴുതുന്നുണ്ട്, ആ ബുക്കൊക്കെ നല്ല രീതിയിൽ വിറ്റ് പോകണം.
പുള്ളിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇതിനകത്ത് വന്നിരിക്കുന്നത്. അല്ലാതെ പിന്നെ നാട്ടുകാർക്ക് മറ്റേ പൊങ്കാല നടത്തി കൊടുക്കാറൊന്നുമല്ല പുള്ളി വന്നിരിക്കുന്നത്. പുള്ളി അത് പുള്ളിയുടെ വാഗുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. ഇതിനകത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും അതിനു വേണ്ടി തന്നെയാണ് വന്നത്, സ്വന്തം ലാഭത്തിന്. ഇപ്പം നാളെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ അതിനകത്ത് പോയാലും നിങ്ങളതല്ലേ ചെയ്യൂ, അത്രേ ഉള്ളൂ. അനീഷ് അതിന് രാവിലെ പറയുന്നുണ്ട്. ഉടനെ ലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾ ഈ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ആണല്ലോ സാധാരണ ഇവിടുന്ന് തിരിച്ച് എല്ലാവരും കൊച്ചിയിലേക്കൊക്കെ പോകുന്നത്, നിങ്ങൾ ട്രെയിനിലേ പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ അനീഷ് ഏട്ടാ, അതെന്താ അങ്ങനെ? അതെ, എനിക്കറിയത്തില്ല ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന്. അപ്പം ഞാനൊരു സാധാരണക്കാരൻ, അനീഷേട്ടൻ്റെ ഈ സാധാരണക്കാരൻ പറച്ചിലാണ് പ്രശ്നം പല ആളുകൾക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ട്രെയിനിൽ പൊക്കോളാം എന്നാണ് പുള്ളിയുടെ പറച്ചിൽ. ഒന്നെങ്കിൽ പുള്ളിയുടെ എളിമ, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സാധാരണക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി പുള്ളിയുടെ ഒരു ഡയലോഗ്. എന്താണെങ്കിലും ഗെയിം ആടേ, പുള്ളി സാധാരണക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി അത് പറയുന്നതെന്ന് കുറെ ആളുകൾ പറയുന്നുണ്ട്. ഇതിന് ഹൗസിൽ തന്നെ പറയുന്നുണ്ട്. അതെ, ആയിക്കോട്ടെ, അതിനകത്ത് എന്താ ഇപ്പൊ ഇത്ര കുഴപ്പമെന്താ? പുള്ളി ജനങ്ങളിലേക്ക് മറ്റേ ഇട്ട് കൊടുക്കുക, മറ്റേ അരിമണി ഇട്ട് കൊടുക്കുന്ന കണക്ക്, ജനങ്ങളെ ഞാനാണ് ഇവിടെ സാധാരണക്കാരൻ, എനിക്ക് വോട്ട്. അതിനിപ്പോ എന്താ തെറ്റെന്താ? എനിക്കതിനകത്ത് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. കുറേ ആളുകൾ പറയുന്ന കേട്ടു, ഇവൻ എന്തിനാണ് ഈ സാധാരണക്കാരൻ എന്തിനാ? ഇന്നലെ നമ്മുടെ മറ്റേ പുള്ളി സാബു ചേട്ടൻ തന്നെ, അനീഷ് ഇത് സാധാരണക്കാരൻ, ഞങ്ങൾ എല്ലാവരും സാധാരണക്കാരാണ്, ആ ഒരു സാധനമൊക്കെ അടിക്കുന്നുണ്ടല്ലോ. എന്ത് സാധാരണക്കാരൻ? സാബുമോനാണോ സാധാരണക്കാരൻ? അനുമോളാണോ സാധാരണക്കാരി? ഷാനവാസാണോ സാധാരണക്കാരി? ലക്ഷ്മിയെ നമുക്കറിയത്തില്ല. ലക്ഷ്മി വേണമെങ്കിൽ ഒരു സാധാരണക്കാരിയായിട്ട് നമുക്ക് എടുക്കാം. കാരണം ലക്ഷ്മി അധികം ഫേമസ് അല്ല, നമ്മൾ കണ്ടിട്ടില്ല. അനീഷിനെ നമ്മൾ കണ്ടിട്ടില്ല. ഈ സീസണിലുള്ളതിനകത്ത് അങ്ങനെ അധികം ആൾക്കാർ കാണാത്ത വേണമെങ്കിൽ 1-2 പേരുടെ പേര് പറയാം. ലക്ഷ്മി ഞാൻ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു മിക്കവരെ നമുക്ക് അറിയാമെന്നല്ല. ലക്ഷ്മിയെ എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയി. ലക്ഷ്മി പിന്നെ ആരെയാ ഈ സീസണിൽ നിങ്ങൾക്ക് നേരത്തെ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഈ സീസണിൽ? കാണും കേട്ടോ, പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന നമ്മുടെ ജാസ്മിൻ ജാഫർ, എനിക്ക് അറിയത്തില്ലായിരുന്നു ജാസ്മിനെ ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ഉള്ള കാര്യമൊന്നും. സത്യമായിട്ടും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആയിരിക്കും കള്ളമാണ്, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആ സീസൺ കാണുമ്പോഴാണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയുന്നത്. സിജോ എനിക്കറിയത്തില്ലായിരുന്നു, സത്യമായിട്ടും അറിയത്തില്ലായിരുന്നു. റോക്കിയെ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ സീസൺ വരുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അറിയാത്തതായിട്ട് എനിക്ക് ഈ അനീഷും ലക്ഷ്മിയും പിന്നെ നമ്മുടെ സാബുമാനെ ഒന്നും കണ്ടിട്ടില്ല. ബാക്കി ഒട്ടുമിക്ക എല്ലാവരെയും അറിയാം. പിന്നെ ഈ കോമണർ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അനീഷിനെ മാത്രമേ ഉള്ളൂ. അപ്പൊ പുള്ളി സാധാരണക്കാരനാണെന്ന് പറയുന്നതിനകത്ത് എന്താണ് ഇത്ര തെറ്റിരിക്കുന്നത്? പുള്ളി കോമണറായിട്ട് വന്നുകൊണ്ടാണ് ഞാൻ സാധാരണക്കാരനാണെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ കോമണർ എന്ന് പറയുന്ന ഒരു ടാഗ് പുള്ളിക്ക് കൊടുക്കരുത്. എന്തുകൊണ്ട് ബാക്കി എല്ലാവർക്കും ആ ഒരു ടാഗ് എന്താ കൊടുക്കാത്ത? ഇപ്പൊ ലക്ഷ്മിക്കാണെങ്കിലും സാബുമാനാണെങ്കിലും എന്താ കോമണർ എന്നാ പറഞ്ഞവരെ കൊണ്ടുവരാറുന്നല്ലോ, എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? എനിക്കറിയത്തില്ല. അത് ബിഗ് ബോസ് വേണം ഉത്തരം തരാൻ, ഞാനല്ല ഉത്തരം തരേണ്ടത്. അനീഷിനെ കോമണർ എന്ന് പറഞ്ഞ ടാഗിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അവസാനം വരെ പുള്ളി സാധാരണക്കാരനാന്ന് പറയും. അതിനകത്ത് ഇപ്പൊ പ്രത്യേകിച്ച് പുള്ളിയെ എനിക്ക് കുറ്റം പറയാനൊന്നുമില്ല. അത് പുള്ളിയുടെ മിടുക്കെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് പറഞ്ഞ് വോട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ മിടുക്ക്. ഇവിടെ മിടുക്ക് കാണിച്ച് വേണം ജയിക്കാൻ, ഗെയിം കളിച്ച് വേണം ജയിക്കാൻ, പല തന്ത്രങ്ങളും ഉപയോഗിച്ച് വേണം ജയിക്കാൻ. പുള്ളി തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു, പുള്ളിയുടെ തന്ത്രമാണിത്. അതിനകത്ത് ഇപ്പൊ എന്താ ഇത്ര? അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത്രേ ഉള്ളൂ. ആ ഒരു തന്ത്രം പുള്ളി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്ക് കുറെ വോട്ട് കിട്ടും. പിടികിട്ടിയോ? അത് പലർക്കും ഇഷ്ടമല്ല. അതിന്റെ ചൊറച്ചിലാണ് പലരും പുറത്തിരുന്നും ചൊറിയുന്നത്, അകത്തിരുന്നും ചൊറിയുന്നത്. എനിക്ക് അങ്ങനെയാ കേട്ടോ തോന്നിയത്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയില്ല. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ജയിൽ നോമിനേഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും വന്ന് കുറേ സമയം എടുത്തു ജയിൽ നോമിനേഷൻ. മടുപ്പായി എനിക്ക്. അനീഷിന്റെയൊക്കെ പേര് നോമിനേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് ഈ സാധാരണക്കാരൻ കാർഡ് അനീഷ് ഇറക്കി കളിക്കുന്നു. ബിന്നിയൊക്കെ അത് പറയുന്നുണ്ട്. ഇന്നലത്തെ കേസിൽ നമ്മുടെ നമ്മുടെ ചേട്ടന്റെ അടുക്കല് നമ്മുടെ സാബു ചേട്ടൻ വന്ന സമയത്തൊക്കെ ഈ അനീഷ് ചേട്ടൻ ഈ കോമണർ കാർഡ് ഇറക്കേണ്ട കാര്യമൊന്നുമില്ല, അത് പുള്ളി ആ ഒരു സ്പേസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അത് ചെയ്തത്. അത് പുള്ളിയുടെ മിടുക്ക്. ഇപ്പോഴും ഞാനതേ പറയത്തുള്ളൂ, അത് പുള്ളിയുടെ മിടുക്ക്. സാബുമാന്റെ ഫ്രണ്ട് സാബു മോൻ ചേട്ടൻ വന്നപ്പോൾ പോലും പുള്ളി ആ ഒരു കറക്റ്റ് ടൈം നോക്കി പുള്ളി ആ കാർഡ് ഇറക്കി. പിടികിട്ടിയോ? അത് പുള്ളിയുടെ ബ്രില്യൻസ് എന്ന് അങ്ങനെ എന്താ ആരും ചിന്തിക്കാത്തത്? പുള്ളിയുടെ ബ്രില്യൻസ് ആണത്. അതിന് മുമ്പ് പുള്ളി ഈ സാധനം ഇറക്കിക്കൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇറക്കിയിട്ടുണ്ട്, ഇല്ലാന്നൊന്നുമല്ല, ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് മുന്നേ ഒക്കെ പറയുന്നത്. പക്ഷെ പ്രോപ്പറായിട്ട് അത് പുറത്തേക്ക് കൊടുക്കേണ്ട സമയത്തിൽ വ്യക്തമായിട്ട് പുള്ളി ആ സാധനം എടുത്തിട്ടു. കോമണർ കാർഡ് അത് പുള്ളിയുടെ ബ്രില്യൻസ്. ബിന്നി വന്നിട്ട് പൊളിച്ചടിക്ക് പുള്ളിയുടെ കോമണർ കാർഡ് എല്ലാവരും പൊളിച്ചടിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പൊളിച്ചടിക്കണക്കൊന്നും തോന്നിയില്ല. കാരണം പുള്ളി ഇതിന് മുമ്പും ഈ കാർഡ് ഇറക്കിയിട്ടുണ്ട്. ഇന്നലെ പുള്ളി ആ ഇറക്കാനുള്ള സാധനവും അത് എന്തിനാ ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നു. എന്നെപ്പോലെ ഇപ്പൊ പുള്ളിയെ നെഗറ്റീവ് പറഞ്ഞാണെങ്കിൽ പോലും ആൾക്കാർ വീഡിയോ ചെയ്യുന്നില്ലേ? അതായത് പുള്ളി കോമണർ കാർഡ് ഇറക്കി, പുള്ളിക്ക് അതായിരുന്നു വേണ്ടതെന്ന് എന്തുകൊണ്ട് ഒരുത്തനും ചിന്തിക്കുന്നില്ല? അതാണ് എൻ്റെ സംശയം. പുള്ളിയെ പുറത്ത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും.
അതാണ് പുള്ളിയുടെ ബ്രില്യൻസ്. അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? പുള്ളിയെ ഒരുപാട് നെഗറ്റീവ് അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ പുള്ളിക്ക് വോട്ട് കൂടത്തേ ഉള്ളൂ. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കതാ പെട്ടോ മനസ്സിലാക്കാൻ സാധിച്ചത്. എനിക്ക് അറിയത്തില്ല. ഇനി ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലാണേ പറയുന്നത്. ഞാൻ ആരെയും കുറ്റക്കാരാക്കോ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി തെറ്റോ അങ്ങനൊന്നും അല്ല. എൻ്റെ ഒരു തിങ്കിങ്ങിൽ, എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ എനിക്കിതിനെ ഇങ്ങനെ തോന്നുന്നത്. അല്ലാതെ ബിന്നി ഒരു പൊളിച്ചെടുക്കലും ഇല്ല. പുള്ളി ബുദ്ധിപൂർവ്വം ഇന്നലെ സാബു ചേട്ടന്റെ ഫ്രണ്ടിൽ ആ സാധനം ഇറക്കി, ഞാൻ കോമണർ ആണെന്ന്. സാബു അതിനകത്ത് തിരിച്ചടിച്ചു. സാബു അപ്പൊ ഷാനവാസിനോട് പറയുന്ന ഒരു ഡയലോഗും ഉണ്ട്, ഷാനവാസെ നീ ഏണി വെച്ച് കിളിയെ പിടിക്കരുത്, ആ കിളി എനിക്കുള്ളതാണെന്ന് സാബു അവിടെ ഒരു ഡയലോഗും അടിക്കുന്നുണ്ട്. പിടികിട്ടിയോ? അത് ഇട്ട് കൊടുത്തതാണ് അനീഷ് ഈ ഒരു ടോക്ക് വരാൻ വേണ്ടി. അതാർക്കും ചിന്തിക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് പിടികിട്ടുന്നേ ഇല്ല. അപ്പൊ എന്താണെങ്കിലും ഗംഭീരമായിട്ടുള്ള ജയിൽ നോമിനേഷനൊക്കെ ശേഷം നമ്മുടെ അനീഷേട്ടൻ 5 വോട്ട്, ലക്ഷ്മിക്ക് 7 വോട്ട്, രണ്ടുപേരെയും കൂടെയും പിടിച്ച് ജയിലിനകത്തോട്ട് അങ്ങോട്ട് ഇട്ടു. ജയിലിൽ ഇരുന്നിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ലക്ഷ്മി അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അനീഷേട്ടാ ഇത് അർഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. ഉടനെ അനീഷ് പറയും, അനീഷ് ചിരിച്ചോണ്ടാ പറയുന്നത്, എനിക്കോ എന്നൊക്കെ ഒരു ചിരിയാണ്. അനീഷിനെ ഇതൊന്നും എന്ത് പുത്തരി, അവിടെ കിടന്ന് അനീഷ് കളി കളിക്കും. അതാണ് അനീഷ്. അത് ഈ നോമിനേറ്റ് ചെയ്ത് അങ്ങോട്ട് തള്ളുന്നവർക്ക് പിടി കിട്ടാത്തത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ 4ാമത്തെ തവണയാണ് ഞാൻ ഇതിനകത്ത് വരുന്നത്. അത് 4 തവണ ഞാൻ അത്രയും വലിയ പാപം ചെയ്തിട്ടുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. ഈ പാപം ചെയ്തതൊക്കെ വലിയ ഡയലോഗ് അടിക്കും ഇടയ്ക്ക് അനീഷ് ചേട്ടൻ, അത് വേറെ കാര്യം. കിട്ടുന്ന ഗ്യാപ്പിൽ മറ്റേ 1 ഗോൾ അടിക്കുന്നത് ചെറുതൊന്നും അല്ല. ഞാൻ അത്രയും വലിയ പാപം ചെയ്തിട്ടുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. പാപം ചെയ്യുന്ന കാര്യമൊക്കെ ഇതുമായിട്ട് ഇത്ര കണക്ട് ചെയ്തതൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ എന്താണ് ലക്ഷ്മി പറയുന്നുണ്ട്, സാബുമോനൊക്കെ പ്രോട്ടീൻ കിട്ടാത്തതിന്റെ പേരിലാണ് എന്നെ നോമിനേറ്റ് ചെയ്ത് കേട്ടോ, അവന് പ്രോപ്പറായിട്ട് പ്രോട്ടീൻ ഞാൻ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് അവൻ എന്നെ തട്ടിയെന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. പിന്നെ അനീഷ് പറയുന്നുണ്ട്, നമ്മളെക്കാൾ എത്രയോ വലിയ കള്ളന്മാർ അകത്ത് നടക്കുന്നുണ്ട്, അകത്ത് വിഹരിക്കുന്നുണ്ട്. ഇതിനകത്ത് കിടക്കേണ്ടവര് അവർ കിടക്കത്തില്ല, നമ്മളെ തട്ടത്തുള്ളൂ. അതെ, എന്തുകൊണ്ട് ഷാനവാസിനെ തട്ടിയില്ല? ഇന്നലെ ഗംഭീരമായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു ഗെയിം, അതെല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും വലിയ കാര്യമൊന്നുമില്ല. ഗംഭീരമായി നടന്നുകൊണ്ടിരുന്ന ഒരു ഗെയിം, അത് അനുവും ആദിലയും ആരും പറയാതെ പോയി കണ്ടുപിടിക്കുകയായിരുന്നെങ്കിൽ അവരുടെ ബ്രില്യൻസ് എന്ന് ഞാൻ പറഞ്ഞേനെ. അങ്ങനെ പിടിക്കണമായിരുന്നു. സാബു ചേട്ടൻ അതിനകത്ത് വേറൊരാൾ വന്നിട്ടുണ്ട്, എന്തോ ഒരു ഗെയിം ഇവിടെ നടക്കുന്നെന്ന് മണത്തറിഞ്ഞ് പൊക്കിയായിരുന്നെങ്കിൽ ഗംഭീരം എന്ന് ഞാൻ പറഞ്ഞേനെ. ഇത് ഷാനവാസ് പൊളിച്ചു, അത്രേ ഉള്ളൂ. ആ ഷാനവാസ് ഇന്നും അകത്ത് നിന്ന് സുന്ദരനായിട്ട് ഇരിപ്പുണ്ട്, ഞാൻ സൂപ്പർ ഹീറോയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ലക്ഷ്മി എന്നിട്ട് നമ്മുടെ അനീഷേട്ടനോട് ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങളും ഷാനവാസും തമ്മിലുള്ള റാപ്പോ എന്താണ് ചേട്ടാ, ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നൊക്കെ അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, അനീഷ് മറ്റേ കഥയാണ് പറയുന്നത്, അതായത് അനീഷിൻ്റെ അച്ഛന് വയ്യാതിരുന്ന സമയത്ത് ഞാനാണ് നോക്കിയത്. അപ്പോൾ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ അതുകൊണ്ടാണ് എല്ലാവർക്കും മെഡിസിൻ കൊടുക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഐസിയുലൊക്കെ ഞാൻ ഒരുപാട്, എനിക്കിപ്പോൾ ആർക്കെങ്കിലും ഒക്കെ മരുന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഷാനവാസിനെ എനിക്ക് നല്ലൊരു സുഹൃത്തായിട്ടൊക്കെ ആദ്യമേ തോന്നി, പക്ഷേ ഇപ്പോൾ പുള്ളി ചെയ്യുന്ന എല്ലാ കാര്യത്തോടും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഉള്ളിലെവിടെയോ ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും എനിക്ക് പുള്ളിയോടുണ്ട് എന്ന് അനീഷ് പറയുന്നുണ്ട്. അത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായ ഒരാളാണ്. അത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം കോയിൻ കൊടുക്കുന്ന കേസൊക്കെ വന്നപ്പോൾ കൊടുത്തു, മനസ്സിലായില്ലേ? കൊടുക്കേണ്ട കാര്യമില്ല, തിരിച്ചൊന്നും കിട്ടിയില്ല, എന്നിട്ടും കൊടുത്തു. അവിടെയാണ് ഞാൻ നോക്കുന്നതിനകത്ത്, അവിടെ പുള്ളി ഹീറോ ആണോ, അവിടെ പുള്ളി മാസാ. പിടികിട്ടിയോ? അത് തിരിച്ചു കൊടുത്തായിരുന്നെങ്കിൽ ഷാനവാസും കയറിയേനെ. പക്ഷെ ഷാനവാസ് അത് ചെയ്തില്ല. ഷാനവാസ് അപ്പോൾ ബുദ്ധിപൂർവ്വമുള്ള ഗെയിം കളിക്കാൻ പോയി. അത് ഈ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്താണ് ഇനി, അല്ലെങ്കിൽ അനീഷിൻ്റെ വോട്ടൊക്കെ മറിഞ്ഞു പോകണം. അനീഷിൻ്റെ വോട്ടൊക്കെ ആരെങ്കിലുമൊക്കെ മറിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അനീഷിനെ ചിലപ്പോൾ ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ സീസണിൽ നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ താഴെ, ഈ സീസൺ കൊണ്ടുപോയിരിക്കുന്നത് അത് അനീഷ് തന്നെ. അത് എന്തൊക്കെ പറഞ്ഞാലും, അത് എത്ര വൃത്തികെട്ട ഗെയിമാണെന്ന് പറഞ്ഞാലും, മറ്റേ കാർഡിറക്കി കളിച്ചെന്ന് പറഞ്ഞാലും, പുള്ളി ടേക്ക് ഓവർ ചെയ്തു. പുള്ളി ആ കാർഡ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ കാർഡിനെ ഇവിടെ പോസിറ്റീവ് വീഡിയോ നെഗറ്റീവായിട്ട് എന്തോരം പേരാ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവിടെ തന്നെ പുള്ളി ഹീറോ ആയല്ലേ. ഞാൻ അനീഷിന് PR ഇല്ല എന്നൊക്കെ അറിഞ്ഞേക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നത് കേട്ടു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അതായത് പുള്ളിക്ക് PR ഉണ്ടെന്നൊക്കെ. എനിക്കറിയത്തില്ല കേട്ടോ, അറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ഗംഭീരമായിട്ട് പറയുന്നില്ല. അനുമോളുടെ കേസൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, കാരണം അനുമോൾ തന്നെ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് നമുക്ക് പറയാം. എന്താണെങ്കിലും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, അനീഷേട്ടാ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്നൊരു സാധനം നിങ്ങൾ എന്തുകൊണ്ട് ഷാനവാസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല? ഉടനെ ലക്ഷ്മി പറയുന്നതൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? ഉടനെ ലക്ഷ്മി പറയുന്നുണ്ട്, ചേട്ടാ ഒരു ദിവസം വരും, അന്ന് ഷാനവാസിന് ചിലപ്പോൾ മനസ്സിലാവും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം. എന്താണെങ്കിലും നടക്കട്ടെ. അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ഇതിനകത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ല,
പുറത്ത് വന്നിട്ട് അനീഷിനും ഷാനവാസിനും നല്ല സുഹൃത്തുക്കളായി ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അത് ഞാൻ അവസാനം പറയുകയും ചെയ്യുവേ. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ലക്ഷ്മി മറ്റേ സാധനം ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചൊരു കാര്യം, അത് അനീഷ് ആദ്യമായിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് പാട്ടൊക്കെ ഇട്ടിട്ട് അനീഷ് ഡാൻസ് കളിക്കാതെ, വലിയ ഡാൻസുകാരനൊന്നും അല്ല, ചുമ്മാ കയ്യും കാലും ഇട്ട് അനക്കുന്ന പരിപാടി ഡെയിലി ഉള്ളതാ, അത് ചെയ്യാതെ ബിഗ് ബോസിനോട് സുപ്രഭാതം പോലും പറയാതെ നിന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ അത് ലക്ഷ്മി ചോദിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി അത് ചോദിക്കുന്നുണ്ട്. വേറെ ആരും അവിടെ അത് ചോദിച്ച് ഞാൻ കണ്ടില്ല. ചിലപ്പോൾ ഇനി നിങ്ങൾ പറ, അങ്ങനെ ആരെങ്കിലും ചോദിച്ചോ? ആ ഒരു കേസ് എടുത്ത് വെച്ച് ചോദിച്ചതായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും അനീഷേട്ടൻ പറയുന്നുണ്ട്, എനിക്കത് അത്രയ്ക്കും സങ്കടമായിപ്പോയി. കാരണം ആദില നൂറ ഇവരോട് ചൊറിഞ്ഞൊരു സാധനത്തിലേക്ക് ഷാനവാസ് കയറി വന്ന് അങ്ങോട്ട് മെഴുകി. അത് അവൻ വേറെ രീതിയിലാണ് അതിനെ കൊണ്ടുപോയത്. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി എന്നൊക്കെ അനീഷ് പറയുന്നത് കേട്ടു. അപ്പോൾ ഒരു കാര്യം അനീഷേട്ടൻ മനസ്സിലാക്കുക, ഷാനവാസും ഗെയിമറാണ്. ഷാനവാസ് അതിനകത്ത് ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്. പുള്ളിയുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ കൂട്ടുപിടിക്കണമായിരുന്നു, അത് പിടിച്ചു. ഇനിയും ചിലപ്പോൾ അത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഷാനവാസിൻ്റെ. ഷാനവാസ് വന്നു, കുറച്ച് ആദ്യം തൊട്ട് മിത്രമേ എന്നും പറഞ്ഞ് കൂടെ നിർത്തി കൈയിട്ട് നടന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നൈസായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വേറെ പിരിഞ്ഞ് ഇപ്പറേ നിന്ന് കളിക്കുന്നു. ഷാനവാസിൻ്റെ ഗെയിമാണ് അത്, പൊട്ടണമല്ല ഷാനവാസിന് നല്ല ഗെയിം അറിയാം. ഷാനവാസിന്റെ വേറൊരു ഗെയിമാണ് ആദില നൂറ. അതിപ്പോൾ അവർക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്, പ്രത്യേകിച്ച് ആദിലയ്ക്ക് പിടികിട്ടുന്നുണ്ട്. അതും ഗെയിമാ. ഷാനവാസ് ഗെയിമറാ. ഷാനവാസ് ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്, നന്മമരം കളിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ വന്നിരിക്കുന്ന ഒരാളും അങ്ങനെ നന്മമരം കളിച്ച് അതിന് നിൽക്കേണ്ട, അതിൻ്റെ ആവശ്യം എന്താ? ഗെയിം കളിക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ്. ഇപ്പം ലക്ഷ്മി അനീഷും കൂടെ നമ്മുടെ ജയിലിൽ ഇങ്ങനെ കിടന്ന് അവർ കഥകളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ബാക്കി ഇനി അവരെന്തൊക്കെയാണ് പറയുന്നതെന്ന് പോയി ഒന്ന് കേൾക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അവിടെ ഹൈപ്പ് വീഡിയോ അതിനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.